വീണ്ടും അറക്കലിൻ്റെ മനക്കലിലേക്ക് സ്വാഗതം. എടാ നമ്മൾ ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 10-12 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൈജഷനും ദഹനം എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കല്ല, കുറച്ച് വലിയ ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സിമ്പിളായിട്ട് റൊമാൻറ്റിക് ആയിട്ട് വളരെ കണ്ണിങ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പോൾ റെഡി, വൺ സ്റ്റാർട്ട്. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ ലൈക്ക് ലഡു, ജിലേബി, മന്തി, അൽഫാം, തന്തൂരി, പൊറോട്ട, അങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബിൾ ഫോം ആക്കി മാറ്റുന്നു, ആഗിരണം ചെയ്യാൻ പറ്റുന്ന ലഘു കണികകളാക്കി മാറ്റുന്നു. ഇപ്പോൾ ലൈക്ക് എന്താണ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗലക്ടോസ്, അമിനോ ആസിഡ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു ന്യൂട്രിയൻസിനെ ആർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ, സെല്ലുകൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡൈജഷൻ. അത് 2 ടൈപ്പാണ്, മെക്കാനിക്കൽ ഡൈജഷനുമുണ്ട്, കെമിക്കൽ ഡൈജഷനുമുണ്ട്, യാന്ത്രിക ദഹനമുണ്ട്, രാസിക ദഹനമുണ്ട്. എന്നാൽ ഈ ഡൈജഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ എവിടെ നിന്നാണ് എൻഡ് ചെയ്യുക, ഏതൊക്കെ പാർട്ടുകൾ, ഏതൊക്കെ ഭാഗങ്ങൾ ഡൈജഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം. മനുഷ്യൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മൗത്തിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഫുഡ് എങ്ങോട്ട് പാസ് ചെയ്യും, ഈസോഫേഗസിലൂടെ സ്റ്റൊമക്കിലോട്ട് എത്തും. സ്റ്റൊമക്കിൽ നിന്ന് പിന്നെ അത് എങ്ങോട്ട് പോകും, സ്മാൾ ഇൻറ്റെസ്റ്റൈനിലോട്ട് പോകും. അവിടുന്ന് പിന്നെ അത് എന്ത് ചെയ്യും, ലാർജ് ഇൻറ്റെസ്റ്റൈനിലോട്ട് പോകും. ഇതാണ് അതിൻ്റെ ഒരു റൂട്ട്. മൗത്ത്, ഈസോഫേഗസ്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആൻഡ് ലാസ്റ്റ് റെക്ടം അല്ലെങ്കിൽ മലാശയം. ഇവരാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഡൈജഷനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവരെ കൂടാതെ വേറെ 2 ആളും കൂടി എന്തിനു സഹായിക്കുന്നുണ്ട്, ഡൈജഷന് സഹായിക്കുന്നുണ്ട്. അതാരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ലിവറും 2 പാൻക്രിയാസുമാണ്. ലിവറും പാൻക്രിയാസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഡൈജഷനെ സഹായിക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ റൂട്ടിലൂടെയാണ് എന്ത് പാസ് ചെയ്യുന്നത്, ഫുഡ് പാസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡൈജഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആരും കൂടി പങ്കാളികളാവുന്നുണ്ട്, ലിവറും പാൻക്രിയാസും കൂടി പങ്കാളികളാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഡൈജഷൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, മൗത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൗത്തിൽ ആരൊക്കെ ഡൈജഷന് സഹായിക്കാമെന്ന് ചോദിച്ചാൽ ഒന്ന് ടൂത്ത്, പല്ല്, 2 ടങ്, നാവ്, 3 സലൈവ അല്ലെങ്കിൽ ഉമ്മിനീര്, വായൻ്റെ ഉള്ളിലുള്ള ഉമ്മിനീര്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് പല്ലിനെ കുറിച്ചാണ്. പല്ലിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണ്. ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ടീത്ത്, പല്ലിൻ്റെ ആന്തരഘടന പരിശോധിച്ചാൽ 4 ഭാഗങ്ങളാണ്. 1 ഇനാമൽ, 2 ഡെൻറ്റൈൻ, 3 പൾപ്പ്, 4 സിമെൻറ്റം. ഇനാമൽ, ഡെൻറ്റൈൻ, പൾപ്പ്, സിമെൻറ്റം. അതിൽ ഏറ്റവും പുറത്തുള്ള കട്ടിയുള്ള ഭാഗമാണ് ഇത് ഇനാമൽ. അത് നോൺ ലിവിങ് ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ അതേസമയം 2ാമത്തെ ഭാഗമാണ് അതിൻ്റെ ഉള്ളിൽ, ഇനാമലിൻ്റെ തൊട്ടു താഴെ ഉള്ളിൽ കാണപ്പെടുന്ന ആളാണ് ഡെൻറ്റൈൻ നിർമ്മിച്ചിട്ടുള്ളത് ലിവിങ് ടിഷ്യൂ കൊണ്ടാണ്, അതായത് ജീവനുള്ള കലകൾ കൊണ്ടാണ്. എന്നാൽ മറ്റവൻ നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്, ജീവനില്ലാത്ത നിർജീവമായ കലകൾ കൊണ്ടാണ്. പിന്നെ പല്ലിൻ്റെ ഉള്ളിൽ നാഡികളും ബ്ലഡ് വെസൽസും ഒക്കെ കാണപ്പെടുന്നത് പല്ലിൻ്റെ ഏറ്റവും ഉള്ളിലാണ്, പൾപ്പ് ക്യാവിറ്റിയിലാണ്. അവിടെയാണ് നാഡികൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ, രക്തക്കുഴലുകളൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു കാര്യം പഠിക്കണം, പല്ലിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം സെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ ഒഡൻഡോബ്ലാസ്റ്റ് സെല്ലാണ്. ഏത് സെല്ലാണ്, ഒഡൻഡോബ്ലാസ്റ്റ് സെല്ല്. ആൻഡ് ലാസ്റ്റ് ഈ പല്ലിന് അവിടെ മോണയിൽ, സോക്കറ്റിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്ന ആളാണ് ആര്, അത് സിമെൻറ്റമാണ്. നമ്മൾ സാധാ സിമെൻറ്റിൻ്റെ പണി, കല്ലുകളൊക്കെ ചുമരിൽ ഉറപ്പിച്ച് നിർത്തുമല്ലോ, അതേപോലെ തന്നെ പല്ലിനെ സോക്കറ്റിൽ അല്ലെങ്കിൽ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന പരിപാടിയാണ് ആർക്കുള്ളത്, സിമെൻറ്റത്തിനുള്ളത്. എന്തുകൊണ്ടാണ് സിമെൻറ്റത്തിന് ആ കഴിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ സിമെൻറ്റത്തിൽ എന്തുണ്ട്, കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഒരു യോജക കല ആരുടെ കയ്യിലുണ്ട്, സിമെൻറ്റത്തിൻ്റെ കയ്യിലുണ്ട്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത. അപ്പോൾ ഇതാണ് മൗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, ആര്, പല്ല്. പിന്നെ മൗത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് നാവാണ് വിഴുങ്ങാനൊക്കെ സഹായിക്കുന്നത്. മറ്റൊരാളാണ് സലൈവ അല്ലെങ്കിൽ ഉമിനീര്. ഉമിനീരിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സലൈവയിൽ ഒരു എൻസൈം ഉണ്ട്. ദാറ്റ് എൻസൈം ഈസ് നോൺ ആസ് സലൈവറി അമിലേസ്. എന്താണ് പേര്, സലൈവറി അമിലേസ്. ഈ സലൈവറി അമിലേസ് എന്ത് ചെയ്യുന്നു അറിയോ, സലൈവറി അമിലേസ് ഡൈജഷൻ പ്രോസസ്സിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ ആ സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യും, സ്റ്റാർച്ച് ഇല്ലെങ്കിലോ ഒന്നും ചെയ്യില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ തിന്നാണെങ്കിൽ അതിന് എന്തായാലും സ്റ്റാർച്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡൈജഷൻ എവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ വായൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിനാര് സഹായിക്കും, സലൈവയിലുള്ള സലൈവറി അമിലേസ് സഹായിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അത് വിഴുങ്ങിയതിന് ശേഷം എന്ത് ചെയ്യും, അത് വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ ഇത് അവിടുന്ന് വിഴുങ്ങിയിട്ട് പിന്നെ അത് ഈസോഫാഗസിലൂടെ പോകും. ഈസോഫാഗസിലൂടെ ഫുഡ് മൂവ് ചെയ്യുന്ന ആ മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പെരിസ്റ്റാൾസിസ് ഈസ് ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഫുഡ്. ഫുഡിൻ്റെ ഒരു വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൂടെയുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, അതാണ് ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ്. അങ്ങനെ ഇതിലൂടെ ഇങ്ങനെ വിഴുങ്ങി ഫുഡ് കൊടുത്തി സ്റ്റൊമക്കിലെത്തി അല്ലെങ്കിൽ ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ അറിയോ, ഈ ഫുഡിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്ന കുഴച്ച് മറിക്കും. ആമാശയത്തിലും ഒരു പെരിസ്റ്റാൾസിസ് സംഭവിക്കും. എന്നിട്ട് ആമാശയത്തിൽ അതിനെ കുഴച്ച് മറിച്ചിട്ട് ആ ഫുഡിനെ എന്താക്കി മാറ്റും, ഫുഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം, ഒരു കുഴമ്പ് രൂപത്തിലാക്കി മാറ്റും. നമ്മൾ ടൂത്ത് പേസ്റ്റ് ഒക്കെ അല്ലേ, ആ ഒരു പേസ്റ്റ് ഫോം ആക്കി മാറ്റും. എന്നിട്ട് അവിടെ അതിനെ കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു നിർത്തും. എന്തിനാ പിടിച്ചു നിർത്തുന്നത് ചോദിച്ചാൽ വേറെ കുറേ എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫുഡ്. അപ്പോൾ
അങ്ങനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന മസിൽസ് ആണ് ഇത് സർക്കുലർ മസിൽസ് അല്ലെങ്കിൽ വലയ പേശികൾ. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു, ആമാശയത്തിൽ കുറച്ചു നേരം ഒരു ആംബിൾ ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു മതിയാവുന്ന സമയം എന്ത് ചെയ്യുന്നു, ഫുഡിനെ അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. എന്തിനാന്ന് ചോദിച്ചാൽ വേറെ കുറെ എൻസൈമുമായിട്ട് ഇത് മിക്സ് ചെയ്യണം. ആ എൻസൈമുകൾ ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? ആമാശയം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഒക്കെ ആമാശയം തന്നെ ചെയ്യും. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ആളാണ് പെപ്സിൻ. എന്താണ് പേര്? പെപ്സിൻ. പെപ്സിൻ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മൾ കഴിച്ച ആ ഫുഡിൽ പ്രോട്ടീൻ ഉണ്ടോ അതിനെ ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്ത പ്രോട്ടീനെ ഭാഗികമായി ദഹിപ്പിക്കും. രണ്ടാമത്തെ എൻസൈമാണ് ലിപ്പേസ്. ലിപ്പേസ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ലിപ്പിഡ് ഉണ്ടോ, കൊഴുപ്പുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യും. ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്. പിന്നെ HCl ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ജേംസിനെ എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റെഗുലേറ്റ് pH, ഫുഡിന്റെ pH റെഗുലേറ്റ് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ മ്യൂക്കസ്, അത് വേറൊരു സാധനമാണ്, അതിലൊരു ലെയറാണ്. അതിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഈ HCl കോൺസെൻട്രേറ്റഡ് ആണ്. HCl ഒക്കെ ജസ്റ്റ് നമ്മൾ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൈ പൊള്ളും. പക്ഷേ അത് നമ്മൾ ആമാശയത്തിൻ്റെ ഉള്ളിലുണ്ട്, സ്റ്റൊമക്കിൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് സ്റ്റൊമക്കിന് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? ഒന്നും പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ മ്യൂക്കസ് ലെയർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ HCl നിന്നും ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്? സ്റ്റൊമക്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ. പ്രൊട്ടക്ട് ദ സ്റ്റൊമക് വാൾ ഫ്രം ദ ആക്ഷൻ ഓഫ് ദിസ് ലൈക്ക് ഡൈജസ്റ്റീവ് ജ്യൂസ്. ഇത്തരത്തിലുള്ള ദഹനരസങ്ങളുടെ ഡൈജസ്റ്റീവ് ജ്യൂസിന്റെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നതാണ് ശ്ലേഷ്മമാണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ആമാശയം കഴിഞ്ഞാൽ ഇത് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ദാദാ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. സ്മാൾ ഇൻറ്റെസ്റ്റൈനിലോട്ടാണ് പോകേണ്ടത്. ആര്? ഈ ഫുഡ്. പക്ഷേ സ്മാൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഫുഡ് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഉണ്ട്. അതായത് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഒരു 6-7 മീറ്റർ നീളമുള്ള ഒരു നീണ്ട കുഴലാണ്. ആ കുഴലിൻ്റെ ഫസ്റ്റ് പോർഷൻ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ സ്റ്റാർട്ടിങ്ങിന് നമ്മളൊരു പേര് വിളിക്കും. ആ പേരാണ് എന്തെന്ന് അറിയോ? ഡിയോഡിനം. എന്താണ് പേര്? ഡിയോഡിനം. സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിയോഡിനം. അത് നീളമുള്ള ഒരു 5-6 മീറ്റർ നീളമുള്ള വലിയൊരു കുഴലാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിയോഡിനം. ആ ഡിയോഡിനത്തിലേക്ക് ഫുഡാണ് എൻ്റർ ചെയ്യും. എവിടെ നിന്ന്? സ്റ്റൊമക്കിൽ നിന്ന്. ഡിയോഡിനത്തിലേക്കാണ് ഫുഡാണ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡിയോഡിനം വേഗം എന്ത് ചെയ്യും? ഫോൺ എടുത്താൽ കറക്കും. എന്നിട്ട് വിളിക്കും, മിസ്റ്റർ ലിവർ. ലിവർ അല്ലേ? അതെ ലിവറാണ്. ഓക്കെ. ഒരു മിനിറ്റ്, ഞാനിവിടെ ഒരാളെയും കൂടി കോൺഫറൻസിൽ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പാൻക്രിയാസിനും വിളിക്കും. എന്നിട്ട് 2 ആളെയും കൂടി കോൺഫറൻസ് കോൾ ഇടും. മിസ്റ്റർ ലിവർ ആൻഡ് പാൻക്രിയാസ്, ഇത് ഞാനാണ്, ഞാൻ ഡിയോഡിനമാണ്. ഫുഡ്, നമ്മുടെ ഡൈജസ്റ്റ് ചെയ്യേണ്ട ഫുഡ് ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? സ്റ്റൊമക്കിൽ നിന്നും ഡിയോഡിനത്തിൽ എത്തിയിട്ടുണ്ട്. അത് അല്പസമയത്തിനകം അത് എങ്ങോട്ടേക്ക് പോകും? സ്മാൾ ഇൻറ്റെസ്റ്റൈനിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൈജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം വന്ന് ഡൈജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പണികൾ ചെയ്തോളൂ എന്ന് പറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു പാത്തിൽ ആരില്ല, ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന ഈ റൂട്ടിൽ ആരില്ല, ലിവറും പാൻക്രിയാസും ഇല്ല. സ്റ്റൊമക്ക് കഴിഞ്ഞാൽ പിന്നെ അത് നേരെ എങ്ങോട്ടാ പോവുക? സ്മാൾ ഇൻറ്റെസ്റ്റൈനിലേക്കാണ് പോകുക. അപ്പോൾ പിന്നെ ഇവരെങ്ങനെ സഹായിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. ഈ സ്റ്റൊമക്ക് കഴിഞ്ഞ് സ്മാൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നറിയോ? അവിടെ ആ ഡിയോഡിനത്തിലേക്ക് ഈ ലിവറും പാൻക്രിയാസും പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകളൊക്കെ വരും. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ? ഇവിടുന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ലിവർ എങ്ങനെ സഹായിക്കുന്നു ചോദിച്ചാൽ, ലിവർ എന്ത് ചെയ്യുന്നു? ഒരു ബൈൽ എന്ന് പറയുന്ന ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ മലയാളമാണ് പിത്തരസം. അതിങ്ങനെ ലിവർ എപ്പോഴും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് എപ്പോഴാണോ ആവശ്യം, ഈ ഡിയോഡിൻ എപ്പോഴാണോ ഫോം വിളിക്കുന്നത് അപ്പോൾ തന്നെ ഇത് കൊടുക്കും. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. അത് എവിടെയാണ് സ്റ്റോർ ചെയ്യാന്ന് ചോദിച്ചാൽ ഗാൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്യുക. പിത്തരസം എവിടെ സ്റ്റോർ ചെയ്യുന്നു ചോദിച്ചാൽ പിത്താശയത്തിൽ സ്റ്റോർ ചെയ്യും. അതിലെന്തില്ല? എൻസൈംസ് ഇല്ല. പക്ഷേ ആ ബൈൽ എന്ത് ചെയ്യുന്നു? നേരെ അങ്ങോട്ടേക്ക് പോകും. എങ്ങോട്ടേക്ക് പോകും? ഈ ഡിയോഡിനത്തിലോട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ആ ഡിയോഡിനത്തിൽ ചെന്നിട്ട് അവിടെ നമ്മൾ കഴിച്ച ഫുഡിൽ ഫാറ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ ആ ഫാറ്റിനെ എന്ത് ചെയ്യും? സ്മാൾ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള pH ഒക്കെ എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യും. ഇനി അതേസമയം പാൻക്രിയാസ് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, പാൻക്രിയാസ് പ്രൊഡ്യൂസസ് പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ ജ്യൂസും എന്ത് ചെയ്യും? റീച്ചസ് ദ ഡിയോഡിനത്തിലേക്ക് എത്തും. ആ ജ്യൂസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്. അമിലേസിന് എവിടെ കേട്ടാലും അതിന് ഒറ്റ പണിയുള്ളൂ. എന്തിനാ ഡൈജസ്റ്റ് ചെയ്യുക? സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുക. സലൈവറി അമിലേസും സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യുക ചെയ്തത്. അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് അമിലേസും എന്തിന് ഡൈജസ്റ്റ് ചെയ്യും? സ്റ്റാർച്ചിനെ ഡൈജസ്റ്റ് ചെയ്യും. അന്നജത്തെ ദഹിപ്പിക്കും. പിന്നെ ട്രിപ്സിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പെപ്സിൻ ഉണ്ടല്ലോ ആമാശയത്തിലുള്ള, അതിൻ്റെ സഹോദരനാണ് ആര്? ടിപ്സിൻ. അപ്പോൾ പെപ്സിൻ്റെ പണി എന്താണ്? പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുക. അപ്പോൾ ട്രിപ്സിൻ്റെ പണി എന്തെന്നേക്കാരം? ഡൈജസ്റ്റ് ചെയ്ത പ്രോട്ടീനെ ദഹിപ്പിക്കും. പിന്നെ ലിപ്പേസിൻ്റെ അവിടെയുള്ള പണി എന്തായിരുന്നു? ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുക. ഇവിടെയുള്ള പണി എന്തെന്നെയാണ്? ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുക. ലിപ്പേസസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ലിപ്പിഡ് ഇൻറ്റു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാൻക്രിയാസിൽ നിന്നും വരുന്ന പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ടല്ലോ, ആ ലിപ്പേസ് എന്ത് ചെയ്യുന്നറിയോ? നമ്മളെ ബോഡിയിലുള്ള ഫാറ്റ് ഉണ്ടല്ലോ, നമ്മൾ കഴിച്ച ഫുഡിലുള്ള ഫാറ്റ്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് ഡൈജസ്റ്റ് ചെയ്ത് കണ്ട് ബാക്കി പിന്നെ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുക, അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. ഉള്ള എല്ലാ ഫാറ്റ് മോളിക്യൂൾസും ആരുടെ കംപ്ലീറ്റ്
കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും, ഈ ലിപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. പക്ഷെ അപ്പോഴും പ്രോട്ടീനും അതുപോലെ തന്നെ സ്റ്റാർച്ചൊക്കെ പാർഷ്യലേ ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അത് ഇനിയും ഡൈജസ്റ്റ് ചെയ്യാണ്ട്. അത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങോട്ട് പോകുന്നത്, സ്മാൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകുന്നത്. അപ്പോൾ സ്മാൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആരുടെ കംപ്ലീറ്റ് ഡൈജഷൻ കഴിഞ്ഞു, ലിപ്പിഡിൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ കഴിഞ്ഞു, കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ചു. ഫർദർ ഡൈജഷൻ ഒക്കേഴ്സ് ഇൻ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. പിന്നെ സ്മാൾ ഇൻറ്റെസ്റ്റൈനിലോട്ട് പോകും. സ്മാൾ ഇൻറ്റെസ്റ്റൈനിൽ പിന്നെ എന്ത് ചെയ്യുന്ന അറിയോ, സ്മാൾ ഇൻറ്റെസ്റ്റൈൻ ഒരു ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഒരു ജ്യൂസ് ഉണ്ട്, അതാണ് ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസ്. ആ ഇൻറ്റെസ്റ്റൈനൽ ജ്യൂസിൽ എന്തുണ്ടാവും, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും. ആ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിച്ച ഫുഡിൽ ഉള്ള സ്റ്റാർച്ച് ഉണ്ടല്ലോ, ആ സ്റ്റാർച്ചിനെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിക്കിളാക്കി മാറ്റും. ഇനി എന്ത് ചെയ്യരുത്, ഡൈജഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ലാർജ് ഇൻഡസ്ട്രിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്യുന്നു. കൺവേർട്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ടു സിമ്പിൾ കോമ്പണൻസ് ലൈക്ക് ഗ്ലൂക്കോസോ ഫ്രക്ടോസോ ഗലക്ടോസോ ആക്കി മാറ്റും. അതുപോലെ തന്നെ ഈ ഇൻഡസ്റ്റൈനൽ ജ്യൂസിലുള്ള മറ്റൊരാളാണ് ആര്, പ്രോട്ടിയേസസ്. അതെന്ത് ചെയ്യുന്നു, കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻ ടു അമിനോ ആസിഡ്സ്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പ്രോട്ടീനും എന്താക്കി മാറ്റും, അമിനോ ആസിഡ് ആക്കി മാറ്റും. ചുരുക്കി പറഞ്ഞാൽ പ്രോട്ടീൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ കഴിഞ്ഞു, കാർബോഹൈഡ്രേറ്റിൻ്റെ കംപ്ലീറ്റ് ഡൈജഷനും കഴിഞ്ഞു, പിന്നെ ലിപ്പിഡിൻ്റെത് ഓൾറെഡി കഴിഞ്ഞിരുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് എന്ത് ചെയ്തു, ഓൾറെഡി കംപ്ലീറ്റ് ആക്കി. അങ്ങനെ സ്മാൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ട് എല്ലാ ഡൈജഷനും കംപ്ലീറ്റ് ആയി. ബാക്കി ഡൈജസ്റ്റ് ആവാത്ത ഫുഡ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുന്നു, ദാറ്റ് അൺഡൈജസ്റ്റഡ് ഫുഡ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, റീച്ച് ടു ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. അത് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകും. ദഹനത്തിന് വിധേയമാകാത്ത ആഹാര പദാർത്ഥങ്ങൾ എവിടേക്ക് പോകും, ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകും. പിന്നെ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെയും ബി കോംപ്ലക്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ എന്താണ് ഡൈജസ്റ്റീവ് വേസ്റ്റിന് എന്ത് ചെയ്യുന്നു, ക്യാരീസ് ഇൻ ടു റെക്റ്റം ആൻഡ് എക്സ്പെൽ ത്രൂ ദ ആനസ്. അതിനെ ദഹനാവശിഷ്ടത്തെ മലാശയത്തിലേക്ക് എത്തിച്ച് മലദ്വാരത്തിലൂടെ പുറന്തള്ളും. ഓക്കെ ആണല്ലോ, ഇതാണ് സെറ്റപ്പ്. അതായത് സ്മാൾ ഇൻറ്റെസ്റ്റൈനിൽ തന്നെ ഡൈജഷൻ കംപ്ലീറ്റ് ആവും. എന്നിട്ട് ബാക്കി ഡൈജസ്റ്റ് ആവാത്ത ഫുഡ് ലാർജ് ഇൻറ്റെസ്റ്റൈന് കൊടുക്കും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ അത് പിന്നെ നേരെ അങ്ങോട്ട് പോകും, റെക്റ്റം അല്ലെങ്കിൽ മലാശയത്തിലോട്ട് പോകും. ഇതാണ് സെറ്റപ്പ്. ഓക്കെ ആണല്ലോ, ഹാപ്പി അല്ലേ? അപ്പോൾ ഡൈജഷൻ നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡീറ്റെയിൽ ആയിട്ട് മനോഹരമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഭയങ്കര സംഭവമല്ലായിരുന്നു. ഒന്നും സംഭവമല്ല, ഒന്നും ഒരു കീറാമുട്ടിയല്ല, ഒക്കെ നമ്മൾ റൊമാൻറ്റിക് ആയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ എന്തിനാ ഇറക്കിൽ ജീവിച്ചിരിക്കുന്നത്? ബയോളജിയുടെ കാര്യത്തിൽ നോ ടെൻഷൻ, എതുക്ക് പറയും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ധൈര്യമായിട്ട് നമ്മളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുക. എന്നിട്ട് എല്ലാതും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് മിന്നിച്ച് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, നല്ല ഉഷാറായിട്ട് പഠിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.